ഹരേ കൃഷ്ണ. ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ നാലാമത്തേതും അവസാനത്തേതുമായ ധ്യാന ശ്ലോകം. അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈഃ അഹമിത്യേവ വിഭാവയേ ഭവാനി. ജഗദീശ്വരിയായ ശ്രീ ലളിതാ പരമേശ്വരിയുടെ ധ്യാനരൂപത്തെ വളരെ വ്യക്തമായി ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നു. ഈ ശ്ലോകം ശ്രീചക്രത്തിലെ കേന്ദ്രബിന്ദുവായ ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയുടെ ദിവ്യരൂപത്തെ, അതായത് ശ്രീവിദ്യാ സ്വരൂപത്തെ ധ്യാനിക്കാൻ സഹായിക്കുന്നു. ഈ ശ്ലോകത്തിലെ ഓരോ വാക്കും ദേവിയുടെ ഓരോ ഭാവത്തെയും ആയുധങ്ങളെയും ദിവ്യശക്തികളെയും സൂചിപ്പിക്കുന്നു. ഈ ശ്ലോകം ധ്യാനിക്കുമ്പോൾ നാം മനസ്സിൽ ഇനി പറയുന്ന കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. അരുണ കരുണ തരംഗിതാക്ഷി. അരുണ ഉദയസൂര്യനെ പോലെ ചുവന്ന നിറമുള്ളവൾ. കരുണ തരംഗിതാക്ഷി. ദേവിയുടെ കണ്ണുകളിൽ നിന്ന് കാരുണ്യം നിറഞ്ഞൊഴുകുകയാണ്. അത്രയും കാരുണ്യമുള്ള കണ്ണുകളോട് കൂടിയവൾ. ധൃതപാശാങ്കുശ പുഷ്പബാണചാപാം. ധൃതം എന്നാൽ ധരിച്ചിരിക്കുന്നു. പാശാങ്കുശ പുഷ്പബാണചാപാം. ദേവിയുടെ കൈകളിൽ പാശം, കയർ, അങ്കുശം, തോട്ടി, പുഷ്പബാണങ്ങൾ, പൂവമ്പുകൾ, ചാപം, വില്ല് എന്നിവ ധരിച്ചിരിക്കുന്നു. അതായത് ദേവിയുടെ 4 കൈകളിലുമായി ഇവയൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. അണിമാദിഭിരാവൃതാം മയൂഖൈ. അണിമാദി. അണിമ മഹിമ, ലഘിമ, ഖരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശം. ഇങ്ങനെയുള്ള 8 സിദ്ധികളൊക്കെ ദേവിയിൽ നിന്ന് ഉണ്ടായതാണ്. ആവൃതം എന്നാൽ ചുറ്റപ്പെടുക. അപ്പോൾ ഇങ്ങനെയുള്ള 8 ഐശ്വര്യങ്ങൾ ഒരു പൊൻകിരണങ്ങളെ പോലെ ദേവിയെ വലയം ചെയ്തിരിക്കുന്നു. അഹമിത്യേവ വിഭാവയേ ഭവാനി. ആ ഭവാനി ദേവിയെ, അതായത് പരമശിവന്റെ ഭാര്യയായ പാർവതി ദേവിയെ, ശ്രീ ലളിതാദേവിയെ ഞാൻ എൻ്റെ ആത്മരൂപമായി തന്നെ ധ്യാനിക്കുന്നു എന്നർത്ഥം. ദേവിയുടെ കയ്യിലെ പാശം നമ്മുടെ മോഹബന്ധനം, രാഗം, അറ്റാച്ച്മെൻറ്റ് എന്നിവയെ നിയന്ത്രിക്കുന്നു. കയ്യിലെ അങ്കുശം, തോട്ടി, ക്രോധം, അഹങ്കാരം എന്നിവയെ നിയന്ത്രിച്ച് ഭക്തനെ നേർവഴിക്ക് നടത്തുന്നു. പുഷ്പബാണങ്ങൾ എന്നാൽ പൂവമ്പുകൾ. ഈ അമ്പുകൾ കൊണ്ട് ദേവി നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നു. ചാപം
കരിമ്പിൻ വില്ല്. മനസ്സിൻ്റെ ഇച്ഛാശക്തിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഈ ധ്യാന ശ്ലോകത്തിൻ്റെ സാരമിതാണ്: ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ തേജസ്സുള്ളവളും കരുണയുടെ തിരമാലകൾ അലയടിക്കുന്ന കണ്ണുകളോടു കൂടിയവളും മോഹം, ക്രോധം, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയെ നിയന്ത്രിക്കുന്ന പാശം, അങ്കുശം, പുഷ്പബാണം, വില്ല് എന്നിവ ധരിച്ചവളും അണിമ, ലഘിമ തുടങ്ങിയ അഷ്ടൈശ്വര്യങ്ങളാകുന്ന കിരണങ്ങളാൽ ചുറ്റപ്പെട്ടവളുമായ ആ ശ്രീ ഭവാനി ദേവിയെ എൻ്റെ തന്നെ ആത്മാവായി ഞാൻ ധ്യാനിക്കുന്നു. ഈ ശ്ലോകം ദേവിയുടെ രൂപത്തെ മാത്രമല്ല, ദേവി ചൈതന്യം നമ്മുടെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്ന പരമമായ സത്യത്തെയും ഓർമ്മിപ്പിക്കുന്നു. ഇനി ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈഃ അഹമിത്യേവ വിഭാവയേ ഭവാനി. അങ്ങനെ നമ്മൾ ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ 4 ധ്യാന ശ്ലോകങ്ങളും പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ആ 4 ധ്യാന ശ്ലോകങ്ങളും ഒന്ന് ഇവിടെ ചൊല്ലി നോക്കാം. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. സിന്ധൂരാരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം വിഭൃതീം സൗമ്യാം രത്നഘടസ്ഥരിക്തചരണാം ധ്യായേത് പരാമംബികാം. ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പദ്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ധേമ പദ്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികാം സമന്ദഹസിതീക്ഷണാം ശശരചാപപാശാങ്കുശാം അശേഷജനമോഹിനി അരുണമാല്യഭൂഷാംബരാം ജപാ കുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം. അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈഃ അഹമിത്യേവ വിഭാവയേ ഭവാനി. ഇനി നമ്മൾ
ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ ദേവിയുടെ ഓരോ നാമങ്ങളുടെയും അർത്ഥമാണ് പഠിക്കാൻ പോകുന്നത്. ഓരോ നാമത്തിൻ്റെയും അർത്ഥം നമുക്ക് വിശദമായി തന്നെ പഠിക്കാം. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാവും. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.